ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ എല്ലാം അതിൻ ലക്ഷണം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ എല്ലാം അതിൻ ലക്ഷണം. ഇല്ലീനി നാളുകൾ കാത്തിരിപ്പിൻ കാലം തീർന്നങ്ങു നാമും പറന്നിടാറായി. ഇല്ലീനി നാളുകൾ കാത്തിരിപ്പിൻ കാലം തീർന്നങ്ങു നാമും പറന്നിടാറായി. കാലം കഴിയാറായി, കഷ്ടത തീരാറായി, ദേവാധിദേവനും വന്നിടാറായി. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ബൈജു അഗസ്റ്റിൻ, തൃശൂർ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ്റെ ആകുലത നിറഞ്ഞതായിട്ടുള്ള ഒരു ചോദ്യമാണിവിടെ. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, തങ്ങളുടെ സ്നേഹിതർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവിടെ നിന്ന് ചിന്തിക്കതായിട്ടുള്ള ഒരു കാര്യമാണ്: ഇവർ തിരിച്ചു വരുമോ? വീണ്ടും ജീവിക്കുമോ? ഒരിക്കൽ കൂടി ഇവർക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചിന്തകൾ വരുന്നത് ഒരു മനുഷ്യൻ മരിക്കുമ്പോഴാണ്. പണ്ട് മുതലേ ഉള്ള ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ബൈബിളിൽ തന്നെ ഏറ്റവും പഴയതായിട്ടുള്ള ഒരു പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ പഴയതായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്നും മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അങ്ങനെയാണെങ്കിൽ എത്രയോ സന്തോഷമാണ്. എന്നാൽ ദൈവവചനമാകുന്ന ബൈബിൾ പറയുന്നു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. അതെങ്ങനെ സാധിക്കും? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 13 അതുപോലെ തന്നെ 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതിൻ്റെ 16 വാക്യം നാം വായിക്കുമ്പോൾ എങ്ങനെയാണ്: മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. എന്താണ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ചരിത്ര സത്യമാണ്. അതാർക്കും മൂടിവെക്കുവാനായിട്ട് സാധ്യമുള്ളതല്ല. അത് പകൽ പോലെ സത്യമാണ്. അതൊരു മനുഷ്യന്റെ വീണ്ടും ജീവിതത്തെക്കുറിച്ച് കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ബൈബിൾ എഴുതിയതായിട്ടുള്ള, ദൈവജനം എഴുതിയതായിട്ടുള്ള ഈ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത്: മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൽ കൂടെ അദ്ദേഹം സ്ഥാപിക്കുന്നത് ഒരു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്, വീണ്ടും ജീവിക്കും എന്നുള്ളതാണ്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, വീണ്ടും ജീവിച്ചു എങ്കിൽ ഈ ലോകത്ത് മരിച്ചുപോയ എല്ലാ മനുഷ്യരും ഇനിയും ജീവിക്കും എന്നുള്ള സത്യമാണത് വിളിച്ചു പറയുന്നത്. എന്നാൽ ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ 15-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ എന്ന് പറഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മനുഷ്യരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ഉയിർപ്പിന് ഓരോ നിരയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 23-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ, ആദ്യഫലം ക്രിസ്തു. ബൈബിൾ മനസ്സിലാക്കുന്നവർക്കും അറിയാം, മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവാണ്. അടുത്ത ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ഒരു സത്യം കൂടി ഇവിടെ വിളിച്ചു പറയുകയാണ്: യേശു കർത്താവ് രണ്ടാമതും ഈ ലോകത്തിലേക്ക് വരുവാൻ പോകുകയാണ്. ആ വരവിങ്കൽ ചിലർ
മരിച്ചു പോയവരിൽ ചിലർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. മൂന്നാമതായിട്ട് പറയുന്നു പിന്നെ അവസാനം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിന് 3 നിരയാണ് ഇവിടെ പറയുന്നത്. 1 യേശുക്രിസ്തു, 2 യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ യേശുക്രിസ്തുവിനുള്ളവർ, പിന്നെ അവസാനം. ഈ 2 ഭാഗം ഞാൻ പറയട്ടെ. മനുഷ്യൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ. അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിനുള്ളവരാണ് അവന്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. പിന്നെ അവസാനം ഉയർത്തെഴുന്നേൽക്കുന്നവരുണ്ട്, പക്ഷേ അവർ നിത്യമായ നരകത്തിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ഭാഗ്യമുള്ളവർ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. ആദ്യം ഞാൻ ഓർപ്പിച്ചു, യോബിന്റെ ചോദ്യത്തിൽ നിന്ന് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? തീർച്ചയായിട്ടും വീണ്ടും ജീവിക്കും. യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് വീണ്ടും ജീവിക്കും. എന്നാൽ വീണ്ടും ജീവിക്കുന്നവർ, ഉയർത്തെഴുന്നേൽക്കുന്നവർ യേശുവിന്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേറ്റാൽ അവർ ഭാഗ്യമുള്ളവർ. കാരണം എന്താണെന്നറിയാമോ? അവർ യേശുവിന്റെ കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. പ്രിയ സ്നേഹിത, യേശു കർത്താവിന്റെ ആത്മാവ് നിന്നിലുണ്ടോ? നീ യേശുവിൽ വിശ്വസിച്ചവനാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരുക്കിയ പാപമോചനം നിന്റെ പാപത്തിന് വേണ്ടിയിട്ട് ആണ് എന്ന് നീ വിശ്വസിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് രണ്ടാമതും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടാകും. അല്ലെങ്കിലും നീ ഉയർത്തെഴുന്നേൽക്കും. അവസാന ഉയർത്തെഴുന്നേൽപ്പിൽ ആ ഉയർത്തെഴുന്നേൽക്കുന്നവർ നിത്യമായ നരകത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന സഹോദര, യേശു കർത്താവിന്റെ വരവെങ്കിൽ നീ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതിന് ചെയ്യേണ്ടത് യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക. യേശുവിനെ കർത്താവായ ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ നീ യേശുവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. ലാസറിന്റെ കല്ലറക്കൽ വെച്ച് കർത്താവ് പറഞ്ഞ വാക്കും ഇതാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം ഈ ലോകത്ത് മണ്ണോട് മണ്ണായി ചേർന്നാലും യേശു കർത്താവ് രണ്ടാമത് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആ വരവെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിന്റെ ആത്മാവ് നിന്നിൽ വസിക്കട്ടെ. യേശു കർത്താവ് ഇന്ന് നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ യേശുവിനോട് നീ പ്രാർത്ഥിക്കുക. ഈ വചനത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.